ക്വസ്റ്റ്യൻ നമ്പർ 19. ഇത് നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇൻ എ സ്ക്രൂ ഗേജ് ദ സീറോ ഓഫ് ദ സർക്കുലർ സ്കെയിൽ ലൈസ് 3 ഡിവിഷൻ എബവ് ദ ഹൊറിസോണ്ടൽ പിച്ച്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റെഫറൻസ് ലൈൻ ഉള്ളത്. നോർമലി റെഫറൻസ് ലൈനിൽ നിന്ന് തന്നെ നമുക്ക് 0 സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഇവർ പറയാണ് ഇത് 1, 2, 3 അല്ലേ, ഇങ്ങനെയാണ് പോകുന്നുണ്ടാവുക. ഇവിടേക്കും ഇതേപോലെ മെഷർമെന്റ്സ് ഉണ്ടാകും. പക്ഷെ ഇവർ പറയാണ് തുടങ്ങുന്ന സമയത്ത് 0 എവിടെയാണെന്നറിയോ? നോർമലി ഈ 0 കോയിൻസൈഡ് ചെയ്യണം. പക്ഷെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ 0 മുകളിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ്? 1, 2, 3 കണ്ടോ? 1, 2, 3. അപ്പോൾ 0 കോയിൻസൈഡ് ചെയ്യുന്നില്ല. ഈ 0 3 കോയിൻസൈഡ് ചെയ്തിട്ടുള്ളത്. ആ 0 മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 0 എറർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ആൻഡ് വെൻ ദ സ്റ്റഡ്സ് ആർ ബ്രോട്ട് ടുഗദർ, നമ്മൾ ഒന്നും വെക്കാതെ അവർ ടൈറ്റ് ആക്കി പിടിക്കുന്ന സമയത്ത് 0 കോയിൻസൈഡ് ചെയ്യുന്നതിന് പകരം 0 മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തിയറിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, മുകളിലേക്കാണ് 0 ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് 0 എറർ എന്ന് പറയാറ്. താഴേക്കാണ് ഷിഫ്റ്റ് ചെയ്തതെങ്കിൽ പോസിറ്റീവ് 0 എറർ ആണ്. അപ്പോൾ ഇങ്ങോട്ടാണ് 0 ഷിഫ്റ്റ് ചെയ്തതെങ്കിൽ അത് നെഗറ്റീവ് ആണ്. താഴേക്കാണ് ഷിഫ്റ്റ് ചെയ്തതെങ്കിൽ അത് പോസിറ്റീവ് 0 എററാണ്. അപ്പോൾ ഇത് നെഗറ്റീവ് 0 എററാണ്. സോ ദ 0 എറർ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ആണ്. അത് 3 ഡിവിഷൻ ആണ്. 3 ഡിവിഷൻ അല്ല, അത് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. 1, 2, 3 ഡിവിഷൻ ആണ്. ഇനി അറിയാത്തവർ ഒരു കാര്യം മനസ്സിലാക്കണം. 0 എറർ ഇവർ റീഡിംഗ് അല്ല തന്നത്. 0 എറർ 3 മില്ലിമീറ്റർ എന്നല്ല തന്നത്, 3 സെന്റിമീറ്റർ എന്നല്ല തന്നത്, 3 ഡിവിഷൻ ആണ്. ആ 0 എററിനെ നമുക്ക് റീഡിങ്ങിലേക്ക് മാറ്റാൻ അതിനെ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമ്മൾ പഠിക്കുന്ന ഒരു തിയറിയാണ്. ഏതിൽ? നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ. അപ്പോൾ 0 എറർ 3 ഡിവിഷൻ ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വാല്യൂ വേണം, മില്ലിമീറ്ററോ സെന്റിമീറ്ററോ വേണം. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ ഡിവിഷനെ നമ്മൾ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അറിയാത്തവർക്ക് അത് നോട്ട് ചെയ്ത് വെക്കാം. ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി അതിന്റെ റീഡിങ് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ഈ ചോദ്യത്തിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ട് 0.01 മില്ലിമീറ്റർ ആണ്. Therefore 0 error is equal to -0.03 millimeter. So this is the least count. അപ്പോൾ ലീസ്റ്റ് 0 എറർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ബാക്കി തന്ന ഡാറ്റ ഏതൊക്കെയാണ്? യൂസിങ് ദിസ് ഇൻസ്ട്രുമെന്റ്സ് തിക്നെസ് ഓഫ് എ ഷീറ്റ് ഇസ് മെഷേർഡ്. അത് വെച്ചിട്ട് നമ്മളൊരു ഷീറ്റ് മെഷർ ചെയ്തു. ഇഫ് ദ പിച്ച് സ്കെയിൽ റീഡിംഗ് ഇസ് 1 millimeter, പിച്ച് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ PSR, ഓക്കെ, അത് എത്രയാണ്? 1 millimeter ആണ്. ആൻഡ് ദ സർക്കുലർ സ്കെയിൽ റീഡിംഗ് CSR ഇസ് ഈക്വൽ ടു 51. എന്നോട് കറക്റ്റ് റീഡിംഗ് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ട്രൂ റീഡിംഗ് ആണ് വേണ്ടത്. നമ്മൾ ലാബിലൊക്കെ ചെയ്യാറുണ്ട്. ട്രൂ റീഡിംഗ് അല്ലെങ്കിൽ ടോട്ടൽ റീഡിങ്ങിൻ്റെ ഫോർമുല ആരാണ്? PSR പ്ലസ് CSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ്. 0 എറർ ഉണ്ടെങ്കിലോ -0 എറർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയണം. PSR പ്ലസ് അത് പിച്ച് സ്കെയിൽ റീഡിംഗ് പ്ലസ് സർക്കുലർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് -0 എറർ ഉണ്ടെങ്കിൽ -0 എറർ. ഇനി പിച്ച് സ്കെയിലിൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 1, CSRന്റെ വാല്യൂ 51, ലീസ്റ്റ് കൗണ്ട് ക്വസ്റ്റിൽ ഡയറക്ട്ലി തന്നു 0.01 മൈനസ്. ഇനി 0 എറർ ആണ്. 0 എററിന്റെ വാല്യൂ ഈ മൈനസ് ഇക്വേഷനിൽ മൈനസ് ആട്ടോ. 0 എററിന്റെ വാല്യൂ തന്നെ എന്താണ്? -0.03 ആണ്. ഇനി ഇത് സോൾവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എത്ര കിട്ടും എന്നറിയാം? 1.54 millimeter എന്ന് കിട്ടും. സോ അതാണ് അതിന്റെ നമ്മൾ ആ ഷീറ്റിന്റെ തിക്നെസ് മെഷർ ചെയ്തില്ല. അതിന്റെ ആക്ച്വൽ തിക്നെസ് എത്രയാണ്? 0 എറർ എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് തിക്നെസ് എന്ന് പറയുന്നത് 1.54 millimeter. ഓപ്ഷൻ 3 is the right answer.